ഹായ്. ക്രിസ്മസ് എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുന്നു. നാം ഒരു വെക്കേഷനിലേക്കും ക്രിസ്മസ് ആഘോഷത്തിലേക്കും പുതിയ വർഷത്തിലേക്കുമൊക്കെ പോവുകയാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളോടും ഞങ്ങളുടെ രക്ഷാകർത്താക്കളോടും ഞങ്ങളെപ്പോഴും സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിട്ടുള്ള കേരളത്തിൻ്റെ പൊതുബോധത്തോടുമാണ്. ഈ ക്രിസ്മസ് എക്സാമിനേഷൻ ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാടേറെ ചർച്ചകൾ നമുക്ക് ചുറ്റും ഇങ്ങനെ ഉയർന്ന ദിവസങ്ങൾ കൂടിയായിരുന്നു. ക്രിസ്മസ് എക്സാമിനേഷൻ്റെ പരീക്ഷാ പേപ്പറുകൾ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർന്നിരിക്കുന്നു. പല സ്ഥാപനങ്ങളും ചോർന്ന് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. പരീക്ഷാ സമ്പ്രദായം അട്ടിമറിക്കപ്പെടുന്നു തുടങ്ങിയ ഗൗരവമുള്ള ചർച്ചകൾ നമുക്ക് ചുറ്റും ഉയർന്നിട്ടുണ്ടായിരുന്നു. ആ ചർച്ചകളിൽ പലരും പല താല്പര്യത്തോടു കൂടിയാണ് എങ്കിലും പല നേരങ്ങളിലും സൈലത്തിൻ്റെ പേരും ഇങ്ങനെ ഉയർത്തിയിരുന്നു. എന്നിട്ടും സൈലം എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത് എന്ന തോന്നൽ ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ മറുപടി പറയേണ്ട സമയമായിരുന്നില്ല ഇന്ന് വരെയുള്ള ദിവസങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം പുലർച്ചയ്ക്കൊരു 5 മണി മുതൽ രാത്രി 3 മണി വരെയൊക്കെ എത്തുന്ന നേരം മുഴുവനും സൈലത്തിൻ്റെ എല്ലാ സംവിധാനവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും ഗംഭീരമായി പരീക്ഷ എഴുതണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ച ദിവസങ്ങളായിരുന്നു. രാപ്പകൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച ദിവസങ്ങളായിരുന്നു. ഞങ്ങളുടെ കുട്ടികൾക്ക് അതറിയാം. അവരുണർന്നതും ഉറങ്ങിയതുമെല്ലാം ഞങ്ങൾക്കൊപ്പമാണ്. അത് ഈ വർഷം മാത്രമല്ല, സൈലം എന്ന് തുടങ്ങിയോ അന്ന് മുതൽ അവർ ഉറങ്ങുന്നതും ഉണരുന്നതുമെല്ലാം ഞങ്ങൾക്കൊപ്പമാണ് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. മാത്രമല്ല, ഈ ചാനലുകളെല്ലാം ഇതെല്ലാം അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ചാനലുകളാണ്. ഈ ചാനലുകളെല്ലാം പ്രവർത്തിക്കുന്നത് കുട്ടികളുടെ പരീക്ഷാ പ്രിപ്പറേഷന് വേണ്ടിയാണ് എന്ന പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സ്പേസുകൾ ഞങ്ങൾ അതിനുവേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടതാണ്. വിവാദങ്ങൾക്കോ സംവാദങ്ങൾക്കോ മറുപടി പറച്ചിലിനോ ഒന്നും ഈ ചാനലുകളെ മാറ്റി നിർത്താനും കുട്ടികളുടെ പ്രിപ്പറേഷനെ വഴിതിരിച്ച് വിടാനും തയ്യാറാവരുത് എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഈ ദിവസമൊന്നും സൈലം ഇതിനൊന്നും മറുപടി പറയാതിരുന്നത്. പക്ഷേ പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു, ഇനി നമുക്ക് സമയമുണ്ട്. അതുകൊണ്ടാണ് ആരോപണങ്ങൾ ഉയർന്ന ഇതേ പ്ലാറ്റ്ഫോമിൽ വന്ന് തന്നെ നിങ്ങളോട് ഇതിന് മറുപടി പറയണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. 4 വർഷം മുമ്പ് ഒരു പാൻഡമിക് കാലത്താണ് ഈ യൂട്യൂബ് ചാനലുകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആദ്യമായി തുറക്കുന്നത്. കൊറോണ കാലം കേരളം മറന്നിട്ടുണ്ടാവില്ല, എനിക്കറിയാം. ആ വർഷം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോവാൻ കഴിയാത്ത വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധിയായ സംഘർഷങ്ങൾ, അതിലേറെയും മാനസിക സംഘർഷങ്ങളായിരുന്നു അഭിമുഖീകരിച്ച കുട്ടികളായിരുന്നു കൊറോണ കാലത്തെ കുട്ടികളെന്ന് പറയുന്നത്. മാസങ്ങളോളം വർഷങ്ങളോളം എന്നൊക്കെ പറയുന്ന പോലെ വീട്ടിലിരിക്കേണ്ടി വരുന്നു. കുഞ്ഞു പ്രായത്തിൽ വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടി എന്ന് പറയുന്നത് എല്ലാ സ്വാതന്ത്ര്യവും റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടിയാണ്. പലപ്പോഴും പഠിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതിനിടയിൽ അവരുടെ മുമ്പിലേക്ക് ഒരു പരീക്ഷ വരികയാണ്. ഓൺലൈൻ എഡ്യൂക്കേഷനൊക്കെ ആ കാലയളവിൽ ഇവിടെ സജീവമായിരുന്നുവെങ്കിലും പെട്ടെന്ന് ഓൺലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതി കേരളത്തിനുണ്ടായിരുന്നു. പല കുഞ്ഞുങ്ങളുടെയും കയ്യിൽ സ്വന്തമായി ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ലാതിരുന്നു. അതെല്ലാം അവർക്കൊരുപാട് വൈകിയാണ് വാങ്ങിക്കിട്ടിയത്. പലപ്പോഴും അതൊന്നും വാങ്ങാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അത് വാങ്ങിക്കൊടുക്കാൻ പോലും ഒരുപാടേറെ സന്നദ്ധ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും ഞങ്ങളും അതിനോടൊക്കെ അരികു ചേർന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ മാറ്റി നിർത്താം. അതിലേറെ മനുഷ്യസ്നേഹികളായി ഒരുപാടേറെ പേർ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് അവർക്ക് ആ വർഷം കുറേ വൈകിയെങ്കിലും ഓൺലൈൻ ക്ലാസ്സുകളെങ്കിലും കാണാനുള്ള അവസരമുണ്ടായത്. അങ്ങനെ പാഠഭാഗങ്ങളെല്ലാം ഏതാണ്ടൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിലും പരീക്ഷ കേരളത്തിൽ നടക്കും എന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു പരീക്ഷ വരികയാണെങ്കിൽ ഞങ്ങൾ തോറ്റുപോകുമെന്ന് പറഞ്ഞ് കരഞ്ഞ കുഞ്ഞുങ്ങളായിരുന്നു കേരളത്തിലെ കുഞ്ഞുങ്ങൾ. അന്ന് സൈലം എൻട്രൻസ് എക്സാമിനേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത നീറ്റ് JEE പ്ലാറ്റ്ഫോമായി കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്ന സമയമാണ്. അന്നാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു വിദ്യാഭ്യാസ മേഖലയിലാണ്. ഈ മേഖലയിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയെ അഡ്രസ്സ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ഒരു ഫ്രീ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കാനുള്ള പ്രവർത്തനവുമായി സൈലം വരുന്നത് കൊറോണ കാലത്തെ പരീക്ഷാ കാലയളവിലാണ്. പാതിരാത്രി വരെ ഞങ്ങളിരുന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. നിങ്ങളൊട്ടും വിഷമിക്കേണ്ട, നമുക്ക് കഴിഞ്ഞ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെക്കാം. ഒരു സബ്ജക്റ്റിൻ്റെ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 10 വർഷം മുമ്പേ ചോദിച്ച ചോദ്യം
പല വർഷങ്ങളിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ചില കോൺസെപ്റ്റുകൾ ഊന്നി ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാണാം. എപ്പോഴും ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യമോ 2 ചോദ്യമോ ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് എങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ടോട്ടാലിറ്റി റെപ്രസെൻ്റ് ചെയ്യാനുള്ള കഴിവ് ആ ചോദ്യത്തിനുണ്ടാവണം എന്നതുകൊണ്ട് തന്നെ ഇന്ന ചോദ്യങ്ങൾ മാത്രം, ഇന്ന കോൺസെപ്റ്റുകൾ മാത്രം റിപ്പീറ്റ് ചെയ്തൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയാണിത്. ഈ സ്വഭാവം ഈ പരീക്ഷയ്ക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ വർഷം ഏത് ചോദ്യം വരും എന്നേതാണ്ടൊരു ധാരണയുണ്ടാക്കി പഠിക്കാം എന്ന് പറഞ്ഞ് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം, ഈ കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റുകൾ ഊന്നി പഠിപ്പിച്ചാണ് ഞങ്ങൾ ആ പരീക്ഷ എഴുതാൻ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. അവരെല്ലാം ഭംഗിയിൽ ആ പരീക്ഷ എഴുതി വിജയിച്ചു എന്ന് മാത്രമല്ല, സൈലത്തിൻ്റെ ക്ലാസ് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ഫുൾ A+ വാങ്ങി വിജയിച്ചു, ഞങ്ങൾ തോറ്റുപോകുമെന്ന് വിചാരിച്ചവരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ അധ്യാപകരെ പൊതിയുന്ന കാഴ്ച കണ്ണു നിറഞ്ഞ് നോക്കി നിന്ന സ്ഥാപനമാണ് 4 വർഷം മുമ്പ് സൈലം എന്ന് പറയുന്നത്. അന്ന് മറ്റൊരു സ്ഥാപനവും ഈ കുഞ്ഞുങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ അവർക്കൊപ്പം നിന്നിട്ടുള്ളൂ. അന്ന് ഞങ്ങളെടുത്ത തീരുമാനമാണ്, ഒരു പരീക്ഷാക്കാലത്ത് മാത്രം പോരാ ഈ കുട്ടികളെ കാണുന്നത്, 365 ദിവസവും കേരളത്തിലെ കുഞ്ഞുങ്ങൾക്കൊപ്പം സൈലം ഉണ്ടാവണം. പല കാരണങ്ങളാൽ പഠിക്കാൻ കഴിയാത്ത അന്ന് യൂട്യൂബിലെ കമൻറ്റ് ബോക്സുകളിൽ അവരിട്ട കമൻറ്റുകളിൽ നിന്നാണ് അവരിൽ പലരുടെയും ജീവിത സാഹചര്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. സൈലം ട്യൂഷൻ കൊടുക്കുന്ന സ്ഥാപനമാണ് കേരളത്തിലെ കുട്ടികൾക്ക്. ഞങ്ങൾക്ക് ഒരുപാടേറെ ട്യൂഷൻ സെൻറ്ററുകൾ കേരളത്തിലുണ്ട്. പക്ഷേ ഈ ട്യൂഷൻ സെൻറ്ററുകളിൽ ഫീസ് അടച്ചു പഠിക്കാൻ കഴിയാത്ത കുട്ടികളുണ്ട്. ഞങ്ങളുടെ മാത്രമല്ല, കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വലിയ ഉദ്ദേശത്തോടുകൂടെ ലക്ഷ്യത്തോടുകൂടെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് ട്യൂഷൻ കൊടുത്തു പോരുന്ന ഒരുപാടേറെ കുഞ്ഞു സെൻറ്ററുകളുടെ മഹത്തായ പ്രവർത്തന മണ്ഡലം കൂടിയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. അവരൊക്കെ വളരെ വാല്യുബിളായ ശ്രമമാണ് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അവരെയൊന്നും നാം അഡ്രസ്സ് ചെയ്തിട്ടില്ല. എന്നിട്ടും അവിടങ്ങളിൽ കുഞ്ഞു ഫീസുകൾ പോലും അടച്ച് പഠിക്കാൻ കഴിയാത്ത ഒരുപാടേറെ കുട്ടികൾ കേരളത്തിലുണ്ട്. ആ കുട്ടികൾക്കും പഠിക്കാൻ കഴിയണം. അവരുടെ മൗലികാവകാശത്തിലും വിദ്യാഭ്യാസമുണ്ട്. തൻ്റെ ക്ലാസ് മുറിയിലിരിക്കുന്ന ചുറ്റുമിരിക്കുന്ന കുട്ടികൾ ട്യൂഷന് പോകുമ്പോൾ എനിക്കിതിന് പോവാൻ കഴിയുന്നില്ലല്ലോ എന്ന് മനംനൊന്തല്ല ക്ലാസ് മുറിയിലിരിക്കേണ്ടത്. യൂണിഫോം മാറ്റിയെടുക്കാൻ പോലും കഴിയാത്ത, കൂടുതൽ വാങ്ങാൻ പോലും കഴിയാത്ത കുഞ്ഞുങ്ങളുള്ള കേരളമാണിത് എന്ന ബോധ്യം മറ്റാരേക്കാളും സൈലത്തിനുണ്ട്. ഇടയ്ക്കിടെ ചില സ്നേഹമുള്ള ശത്രുക്കൾ സൈലത്തെ കോർപ്പറേറ്റ് എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമെങ്കിലും സത്യത്തിൽ ഞങ്ങൾക്കതൊരു കുത്തലൊന്നുമല്ല. കാരണം അവർക്ക് ഞങ്ങളെ അറിയാത്തത് കൊണ്ടും അവർക്ക് ആ വാക്കിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടുമാണ് അത് ഞങ്ങളോട് ചേർത്ത് കെട്ടി പറയുന്നത് എന്ന പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട് അത് നമുക്ക് മാറ്റിവെക്കാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ കോർപ്പറേറ്റ് അല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കാൻ തീരുമാനിച്ച കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ സംരംഭമാണ് സൈലം എന്ന് പറയുന്നത്. അത് ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ +2 വരെ, നീറ്റ് JEE വരെ എത്തുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഒറ്റയ്ക്ക് ചാനലുകൾ ആരംഭിച്ചു. ഒരു ചാനൽ ആരംഭിച്ച് കേരളത്തിൻ്റെ മുഴുവൻ കുട്ടിയെയും ചാനലിൽ കൊണ്ടുവന്നിട്ട് യൂട്യൂബിൽ നിന്ന് പണമുണ്ടാക്കാനല്ല സൈലം ശ്രമിച്ചത്. സൈലത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും സബ്സ്ക്രൈബേഴ്സ് കൂടിയ യൂട്യൂബ് ചാനലുകൾക്ക് പണം കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കും. അതിനൂടെ ക്ലാരിഫൈ ചെയ്യണം സൈലം എന്നതുകൊണ്ട് പറയുകയാണ്, സൈലത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും പണം വാങ്ങി പ്രവർത്തിക്കാൻ ഈ നിമിഷം വരെയും സൈലം ശ്രമിച്ചിട്ടില്ല. മറിച്ച് ഓരോ ക്ലാസ് മുറിക്കും ഓരോ യൂട്യൂബ് ചാനൽ സൈലം ഉണ്ടാക്കി. 1ാം ക്ലാസ്സുകാർക്ക് അവരുടേത് മാത്രമായ യൂട്യൂബ് ചാനൽ, 2ാം ക്ലാസ്സിന് അവരുടേത് മാത്രമായ യൂട്യൂബ് ചാനൽ, അങ്ങനെ ക്ലാസ് 3, ക്ലാസ് 4, ക്ലാസ് 5, ക്ലാസ് 10, ക്ലാസ് 11 ഇങ്ങനെ തുടങ്ങി സൈലം യൂട്യൂബ് ചാനലുകൾ. സ്റ്റേറ്റിന് വേറെ തന്നെ തുടങ്ങി, CBSEക്ക് വേറെ തന്നെ തുടങ്ങി. കാരണം കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടരുത്. 8ാം ക്ലാസ്സിലെ കുട്ടി 8ാം ക്ലാസ് സ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് പഠിച്ചാൽ മതി. 8ാം ക്ലാസ് CBSEക്ക് പഠിക്കുന്ന കുട്ടി അവിടെ പോയി പഠിച്ചാൽ മതി. സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി സൈലം തീരുമാനിച്ചപ്പോൾ, CUETക്ക് ട്രെയിനിങ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന് വേറെ ചാനലാണ് സൈലം ആരംഭിച്ചത്. PSCക്ക് വേറെയാണ് ആരംഭിച്ചത്. കൊമേഴ്സ് കോഴ്സുകൾക്ക് വേറെയാണ് സൈലം ആരംഭിച്ചത്. ഓരോന്നിനും
ഓരോ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതിൻ്റെ മുഴുവനും ബാക്ക് ആൻഡ് ഓപ്പറേഷന് വേണ്ടി ഒരു വലിയ ടീമിനെ സൈലം ഹയർ ചെയ്ത് സൈലത്തിൻ്റെ ഓഫീസിൽ എത്തിക്കണം. മാത്രമല്ല ഓരോ ക്ലാസ്സിനും എക്സ്ക്ലൂസീവായി ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കാൻ മാത്രം സാലറീഡായ അധ്യാപകരെ സൈലം നിർത്തണം. ഇത് വെറും അധ്യാപകരായാൽ പോരാ, അതത് ക്ലാസ്സിൻ്റെ പൾസ് അറിയാവുന്ന, ട്രെൻഡ് അറിയാവുന്ന, ക്വസ്റ്റ്യനുകളുടെ പ്രാധാന്യം അറിയാവുന്ന എക്സ്പീരിയൻസ്ഡ് ഹാൻഡുകളെ സൈലത്തിൽ നിർത്തണം. അങ്ങനെ അധ്യാപകരെ കേരളത്തിൽ ഉടനീളം പോയി പിക്ക് ചെയ്തെടുത്ത് സൈലത്തിൽ കൊണ്ടുവന്ന് നിർത്തി ഒരു വർഷം മുഴുവനും ഫ്രീ എഡ്യൂക്കേഷൻ കൊടുത്തു കേരളത്തിലെ കുട്ടികൾക്ക് സൈലം. ഈ പണി കഴിഞ്ഞ 3 വർഷമായി, ആ പാൻഡമിക് കാലം തൊട്ട് ഇതുവരെയും സൈലം എടുക്കുന്നുണ്ട്. സൈലത്തിൻ്റെ യൂട്യൂബ് ചാനൽ പിന്നോട്ടേക്ക് നീക്കി നിങ്ങൾ കാണണം. ഈ പരീക്ഷാ കാലയളവിൽ മാത്രമല്ല കാണേണ്ടത്. പരീക്ഷാ കാലയളവിൽ മാത്രം കുട്ടികൾ കേൾക്കുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരല്ല സൈലം. അങ്ങനെയും പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പേരല്ല സൈലം എന്ന് പറയുന്നത്. നിങ്ങൾ പിന്നോട്ട് നീക്കിപ്പോവണം. കഴിഞ്ഞ വെക്കേഷൻ തൊട്ട് നിങ്ങൾ നീക്കിപ്പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, വെക്കേഷനാണ്, നമ്മുടെ ഒരു പുതിയ അക്കാഡമിക് ഇയറിലേക്ക് കടക്കുകയാണ്, നമുക്ക് പയ്യെ പഠിച്ചു തുടങ്ങാം, നമ്മൾ കളിച്ച് ചിരിച്ച് പോകുമ്പോഴും കുഞ്ഞായി നമുക്ക് ടോപ്പിക്കുകൾ അഡ്രസ്സ് ചെയ്ത് തുടങ്ങാം എന്ന് കുട്ടികളോട് പറഞ്ഞ് പഠിപ്പിച്ചു തുടങ്ങിയതാണ്. എല്ലാ ചാപ്റ്ററുകളും ഒറ്റയായി സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 365 ദിവസങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഓരോ ചാപ്റ്ററിൻ്റെയും 2, 3, 4 മണിക്കൂർ നീളമുള്ള ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനലുകളിൽ കാണാൻ കഴിയും. പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളുടെ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. 15 ചാപ്റ്ററുകളുണ്ട് ഒരു സബ്ജക്റ്റിനെങ്കിൽ 15 ചാപ്റ്ററും ഒറ്റയ്ക്ക് പഠിപ്പിച്ചിട്ടുണ്ട് സൈലത്തിൻ്റെ യൂട്യൂബ് ചാനൽ. ഈ വർഷം മുഴുവനും ഓരോ കേരളത്തിലെ കുട്ടിക്കും ടൈം ടേബിൾ വെച്ച് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുത്ത സ്ഥാപനമാണ് സൈലം എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഫ്രീ എഡ്യൂക്കേഷന് വേണ്ടി മാത്രം സൈലത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവരാരും സൈലത്തിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ പെയ്ഡ് സ്റ്റുഡൻ്റായി എൻ്റർ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടവരല്ല എന്ന് ഈ കുഞ്ഞുങ്ങൾ മുഴുവനും എന്നെ കേൾക്കുമ്പോഴും എനിക്ക് പറയാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് അത്രമേൽ ആത്മാർത്ഥമായും സത്യസന്ധമായും സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് എന്ന തിരിച്ചറിവ് കൂടെ സൈലത്തെ കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവണം. ഈ കുഞ്ഞുങ്ങളെയെല്ലാം ഫ്രീ ആയി പഠിപ്പിക്കാൻ മാത്രമാണ് ഈ പ്ലാറ്റ്ഫോമുകളിൽ സൈലം അണിനിരത്തിയിട്ടുള്ളത്. അവരെ ഒന്നാമത്തെ പാഠം മുതൽ അവസാനത്തെ പാഠം വരെ ടൈം ടേബിൾ ഇട്ട് അവർ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമുള്ള വൈകുന്നേരങ്ങളിലും അവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള രാവിലകളിലും അവർക്ക് ഒഴിവ് ദിവസങ്ങളായ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഒക്കെ ഒരു ട്യൂഷൻ സെൻറ്റർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, ഒരു പെയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അതുപോലെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയി സൈലം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായാണ് ക്രിസ്മസ് എക്സാമിനേഷനും അവർക്കൊപ്പമിരുന്ന് അവരെ പഠിപ്പിച്ച് പരീക്ഷാ ഹാളിലേക്ക് പറഞ്ഞയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഇനി ഞാൻ ക്രിസ്മസ് എക്സാമിനേഷൻ്റെ ലൈവ് ക്ലാസ്സുകളിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് 365 ദിവസങ്ങളിലും ഈ കുട്ടികളെ പഠിപ്പിച്ച സ്ഥാപനമാണെന്ന്. ഈ ദിവസങ്ങൾ കൊണ്ട് അവർ ഈ പാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. എല്ലാ കോൺസെപ്റ്റുകളും അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു. എല്ലാ ചാപ്റ്ററുകളിലെയും കോൺസെപ്റ്റുകൾ പഠിപ്പിച്ചതിന് ശേഷം ഈ കോൺസെപ്റ്റുകളെ ക്വസ്റ്റ്യനുകളായി കൺവേർട്ട് ചെയ്ത് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു. സോ ക്രിസ്മസ് എക്സാമിനേഷൻ എഴുതാനുള്ളതെല്ലാം അവർക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. പക്ഷെ അങ്ങനെ വിടാൻ പറ്റില്ല നമുക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളെ. കുഞ്ഞു പ്രായമാണ്. നിങ്ങളും ഞാനും ഒക്കെ, എൻ്റെ അതേ പ്രായമുള്ള ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ ഈ കൊല്ലം ഇത് മുഴുവൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ പോയി പരീക്ഷ എഴുതില്ലേ എന്നൊരു മാഷ് ചോദിച്ചാൽ നാം അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം അന്നൊക്കെ എത്ര വലുതായിരുന്നു അത് ഞങ്ങൾക്കറിയാം. ഒരുപാടേറെ കഷ്ടപ്പെട്ട് പഠിച്ച ആളുകളാണ് ഞങ്ങളെല്ലാവരും. വ്യക്തിപരമായി ഞാനിതിരുന്ന് നിങ്ങളോട് പറയുന്നത് 1ാം ക്ലാസ് മുതൽ ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ ബെഞ്ചിലിരുന്ന് പഠിച്ചയാളാണ് ഞാനും. എനിക്കറിയാം ഞാൻ പഠിച്ച ജീവിത സാഹചര്യത്തെ, എന്നെ പഠിപ്പിച്ച അധ്യാപകരെ, എനിക്ക് കിട്ടിയിരുന്ന ടെക്സ്റ്റ് ബുക്കുകളെ എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച എല്ലാവരും സൈലത്തിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ അനന്തമുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും ജീവിതത്തെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് യൂണിഫോം മാറ്റിയിടാനില്ലാത്ത കുട്ടിയുടെ കഥ പറയുമ്പോൾ സൈലത്തിൻ്റെ CEO അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കോളേജിനകത്ത് ഞാൻ പോയി നിന്ന് സംസാരിക്കുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞിരുന്നു, ആലപ്പുഴയിലൂടെ ഒറ്റ യൂണിഫോം മാത്രമിട്ട് മാറ്റിയിടാൻ കുപ്പായമില്ലാതെ പോയ ഒരു അനന്തുവിൻ്റെ കഥ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് വീണ്ടും കോർപ്പറേറ്റ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം ആരുടെ സ്ഥാപനമാണ് എന്നാണ്.
അങ്ങേയറ്റം ജീവിതത്തിൻ്റെ ദുരിതങ്ങളെ, സാധാരണത്വത്തെ, മലയാളിയുടെ സാധാരണ ജീവിത സാഹചര്യങ്ങളെ ജീവിതത്തിലുടനീളം കണ്ടും അനുഭവിച്ചും പഠിച്ചതുകൊണ്ട് മാത്രം, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ഒരു 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 മഹാപ്രവാഹം കണ്ടതുകൊണ്ട് മാത്രം അവരെ മുഴുവനും കൂടെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനം വലുതാവുമ്പോൾ, ഈ കുഞ്ഞുങ്ങളുടെ സ്നേഹം കൊണ്ട് വലുതാവുമ്പോൾ, അതൊരു വലിയ സ്ഥാപനമായി മാറുമ്പോൾ അതിനെ കോർപ്പറേറ്റ് എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ആ മാനസിക നില അങ്ങേയറ്റം അപകടകരമായ മാനസിക നില കൂടിയാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് രൂപ 1-2 മാസമുള്ള ക്രാഷ് കോഴ്സുകൾക്ക് അടക്കേണ്ടിയിരുന്ന കുത്തക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായ കേരളത്തിലേക്കാണ് 4,999 രൂപയ്ക്ക് ആ കോഴ്സ് കൊടുക്കാൻ ഒരു സ്ഥാപനമുണ്ട് എന്നും പറഞ്ഞ് സൈലം വരുന്നത്. ഒറ്റയടിക്കാണ് 75,000 ക്രാഷ് കോഴ്സിന് വാങ്ങിയിരുന്ന, 45,000 വാങ്ങിയിരുന്ന, 1,00,000 വാങ്ങിയിരുന്ന ഒക്കെ സ്ഥാപനങ്ങളുള്ള ഇൻഡസ്ട്രിയിലേക്ക് 4,999 രൂപ മതി, സൈലം നിങ്ങളെ പഠിപ്പിച്ചോളാം എന്നും പറഞ്ഞ് സൈലം ഒരു നീറ്റ് JEE ക്രാഷ് കോഴ്സ് ഒരുക്കിയ ദിവസമാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല അതിൻ്റെ ചരിത്രത്തെ ഉടച്ചു വാർക്കാൻ തുടങ്ങുന്നത്. അന്നും ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികൾ ഇത്രയൊന്നും പണമടയ്ക്കാൻ ശേഷിയില്ലാത്ത, ഈ 5,000 രൂപ പോലും അടയ്ക്കാൻ ശേഷിയില്ലാത്ത കുഞ്ഞുങ്ങളാണ്, അവരെ ഏറ്റവും കുറഞ്ഞ പണത്തിന് സൈലം പഠിപ്പിക്കുമെന്നാണ്. അങ്ങനെ കുറഞ്ഞ പണത്തിന് പഠിപ്പിച്ച, പണമടയ്ക്കാൻ ശേഷിയില്ലാത്തവരെ ഫ്രീ ആയി പഠിപ്പിച്ച വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ അവരുടെ രക്ഷിതാക്കൾക്കോ കോർപ്പറേറ്റ് അല്ലാത്തിടത്തോളം കാലം ശത്രുക്കൾ ആ വാക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നാലും ഞങ്ങൾക്ക് പൊള്ളുകയില്ല എന്ന് സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഞാൻ എന്നിട്ട് നേരെ ക്രിസ്മസ് എക്സാമിലേക്ക് വരാം. ക്രിസ്മസ് എക്സാമിനേഷൻ്റെ ലൈവ് ക്ലാസ്സുകൾ സൈലം എടുത്തത് കഴിഞ്ഞ 1 വർഷം മുഴുവൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് മതി എന്ന് പറഞ്ഞ് വിടാതെ, അല്ലെങ്കിൽ കഴിഞ്ഞ 1 വർഷം മുഴുവനും കോൺസെപ്റ്റുകൾ ക്ലാരിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരു 5-10 ചോദ്യം പറയാം, 1 മണിക്കൂർ നേരം ഇത് കേട്ടുപോയി പരീക്ഷ എഴുതിക്കോ എന്ന് പറയാതെ 5, 6, 7 മണിക്കൂറുകളൊക്കെയാണ് ഓരോ ചാനലിൻ്റെയും മാരത്തോൺ ലൈവുകൾ നീണ്ടു നിന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊക്കെ പ്രൂഫായി സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലുകളിൽ കിടപ്പുണ്ട്. +1 +2 ഒക്കെ ലൈവ് 9 മണിക്കൂറും 10 മണിക്കൂറൊക്കെ പോയ കാലയളവ് ഉണ്ടായിരുന്നു ഇവിടെ പരീക്ഷയുടെ തലേ ദിവസം. എന്തിനായിരിക്കും 5, 6, 7 മണിക്കൂർ നേരം കുട്ടികളെ ഒരു പരീക്ഷയുടെ ലൈവ് പ്രോഗ്രാമിൽ വന്ന് അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തിനായിരിക്കും 1-ലേറെ ടീച്ചേഴ്സ് മാറി മാറി വന്ന് കുട്ടികളെ കാണുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ടീച്ചർ വരുന്നു, അയാൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള, അയാൾ ഏറ്റവും എക്സ്പേർട്ടായ ഒരു പാഠഭാഗം, ആ പാഠഭാഗത്തിൻ്റെ തിയററ്റിക്കൽ കോൺസെപ്റ്റുകൾ ബ്രീഫ് ചെയ്ത്, അതിൽ നിന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ബ്രീഫ് ചെയ്ത്, ആ ടീച്ചർ പോയതിനു ശേഷം അടുത്ത ടീച്ചർ വന്ന് അയാൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പാഠഭാഗങ്ങൾ പരിചയപ്പെടുത്തി പോകുന്നത് എല്ലാ പാഠഭാഗങ്ങളെയും ആഴത്തിൽ വിശദമായി അവലോകനം ചെയ്യാനും ആ പാഠഭാഗങ്ങളിൽ നിന്ന് വരാവുന്ന മാക്സിമം ചോദ്യങ്ങൾ, ഞാൻ ആ വാക്കൂന്നി പറയുന്നു, മാക്സിമം ചോദ്യങ്ങൾ എണ്ണിപ്പറയാനും വേണ്ടിയാണ്. മാക്സിമം തിയറിയും മാക്സിമം ചോദ്യങ്ങളും എണ്ണിപ്പറയാനാണ് 6, 7, 8 മണിക്കൂർ നേരം ചെലവഴിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. പല ലൈവുകളിലും പരീക്ഷാ തലേന്ന് പറഞ്ഞ ചോദ്യങ്ങളുടെ എണ്ണം 100 100-ലധികമൊക്കെ ആയിരുന്നു. 100-150 ചോദ്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് ഈ കുട്ടികളെ പരീക്ഷ എഴുതാൻ വേണ്ടി സൈലം വിടുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇത്രയും നേരം തിയററ്റിക്കൽ കോൺസെപ്റ്റുകൾ കേട്ടിരുന്ന് പഠിച്ച ഒരു കുട്ടി 100-150ഓളം ചോദ്യങ്ങൾ ഓരോന്നോരോന്നായി കേട്ട് ഉത്തരങ്ങൾ പഠിച്ചു പോയ ഒരു കുട്ടി പിറ്റേ ദിവസത്തെ പരീക്ഷാ ഹാളിൽ കാണേണ്ടത് ഈ ചോദ്യങ്ങളൊന്നുമല്ല എന്നാണോ സത്യത്തിൽ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ സൈലത്തിൻ്റെയോ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയോ അധ്യാപകരുടെയോ പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയ ഒരു അധ്യാപകനാണ് എങ്കിൽ കേരളത്തിലെ ഓരോ എക്സാമിനേഷൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അയാൾക്ക് പറയാൻ കഴിയണം. അയാളുടെ മനസ്സിലതുണ്ടാവണം. ആ ബോധ്യത്തോടുകൂടെ മാത്രമേ അയാൾ കുഞ്ഞുങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ക്ലാസ് ഒരു വഴിക്കും പരീക്ഷ മറ്റൊരു വഴിക്കുമാണ് പോകുന്നതെങ്കിൽ കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ ഭാവി തുലഞ്ഞു പോവുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള അധ്യാപകരെ സൈലത്തിന് ആവശ്യമില്ല. ക്ലാസ് പോകുന്ന അതേ വഴി തന്നെയാണ്
പരീക്ഷയും പോവേണ്ടത്. പരീക്ഷ പോകുന്ന അതേ വഴി ക്ലാസ് കൊണ്ടുപോകാൻ ശേഷിയുള്ള അധ്യാപകരെ തന്നെയാണ് എല്ലാ യൂട്യൂബ് ചാനലുകളിലും സൈലം നിരത്തി നിർത്തിയിരിക്കുന്നത് എന്ന് ഉറപ്പിച്ചു പറയും. എക്കാലത്തും ഞങ്ങൾ അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാലത്തോളം മാത്രമേ കേരളത്തിലെ കുട്ടികൾ അഭിമുഖീകരിക്കാൻ സൈലം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, മാക്സിമം കോൺസെപ്റ്റുകൾ, മാക്സിമം തിയറികൾ, മാക്സിമം ക്വസ്റ്റ്യനുകൾ പഠിപ്പിച്ച് അക്കൂട്ടത്തിൽ നിന്നു മാത്രമേ കുഞ്ഞുങ്ങളോട് പരീക്ഷയ്ക്ക് തിയററ്റിക്കൽ കോൺസെപ്റ്റുകളും ചോദ്യങ്ങളും ചോദിക്കാവൂ എന്നാഗ്രഹിച്ച് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന പരീക്ഷയൊന്നും ആയിരുന്നില്ല ഒരു കാലത്തും കേരളത്തിൻ്റെ ഒരു ക്ലാസ് മുറിയിലും നടന്ന പരീക്ഷ. ചില കാലങ്ങളിൽ പക്ഷേ ഈ പ്രവചനങ്ങളും ഊഹങ്ങളും തെറ്റിപ്പോയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഈ വർഷത്തെ +1 പരീക്ഷയിലേക്ക് ഞാൻ വരാം. +1 പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ വർഷവും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ തുടർച്ചയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു കൊറോണ കാലത്ത് ചെയ്തത്. +1 കഴിഞ്ഞ വർഷം വരെ വന്ന ചോദ്യങ്ങൾ മുഴുവനും ഞങ്ങളെടുത്ത് പരിശോധിച്ചു, ഞങ്ങളുടെ അധ്യാപകരെടുത്ത് പരിശോധിച്ചു. അതിൽ നിന്ന് സമാന സ്വഭാവമുള്ള ചോദ്യങ്ങൾ ഈ വർഷവും ചോദിക്കുമെന്ന് ഊഹിച്ചു. ഞങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. തിയററ്റിക്കൽ കോൺസെപ്റ്റുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ പാഠഭാഗങ്ങളിലെയും പ്രധാനപ്പെട്ട തിയറികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചോദ്യ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുത്തത്, പരീക്ഷാ സമയമായതുകൊണ്ട് തന്നെ കൺവേർട്ട് ചെയ്ത് കൊടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യനുകളിൽ നിന്ന് ഈ വർഷം ചോദിക്കാനിടയുണ്ട് എന്ന് ഞങ്ങൾക്ക് ആ ട്രെൻഡ് വെച്ച് ഊഹിക്കാൻ കഴിയുന്ന ചോദ്യങ്ങളായിരുന്നു. പക്ഷേ ഈ വർഷത്തെ പരീക്ഷ നടന്നപ്പോൾ SCERTയുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചോദ്യങ്ങൾ മാത്രം പ്രിപ്പയർ ചെയ്ത് ചോദിക്കുന്ന സ്ഥിതി +1 പരീക്ഷയ്ക്ക് കണ്ടു. സോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പാറ്റേൺ ഒന്ന് മാറിയപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിഷമം ഉണ്ടായി. അവർ ഞങ്ങളോട് സങ്കടം പറഞ്ഞു, ഞങ്ങൾ ഇതൊക്കെ കണ്ടു പഠിച്ചു, ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് പോയി, പക്ഷേ പുതിയ ക്വസ്റ്റ്യനുകളാണ് കൂടുതലും വന്നത്, എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് അവർ സങ്കടം പറഞ്ഞു. ഞങ്ങളവരോട് പറഞ്ഞു, നല്ലതാണ്, നമുക്കൊരു ക്രിസ്മസ് എക്സാമിനേഷനാണ് ഈ ചോദ്യം വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ഈ പാറ്റേണിലും ചോദ്യം ചോദിക്കാമെന്ന് മനസ്സിലായി. ഞങ്ങൾ ചെയ്തത് ആ സങ്കടം കേട്ടതിന് ശേഷം, ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതിന് ശേഷം സൈലത്തിൻ്റെ ഓഫീസിലെ കോൺഫറൻസ് ഹാളിൽ അന്ന് സൈലത്തിൻ്റെ അക്കാഡമിക് കൗൺസിൽ ഞങ്ങൾ വിളിച്ചു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, +1 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് SCERT ടെക്സ്റ്റ് ബുക്കിനകത്തെ ഒരു കോൺസെപ്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള പുതിയ പാറ്റേൺ, പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊരു ടെക്സ്റ്റ് ആയിരിക്കണം, ഇതൊരു മാതൃകയായിരിക്കണം, ഈ മാതൃകയെ ബേസ് ചെയ്തായിരിക്കണം ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ബോർഡ് എക്സാമിനേഷന് പഠിപ്പിക്കേണ്ടതും ഇനി അങ്ങോട്ടേക്ക് നമ്മൾ മോഡൽ എക്സാമിനേഷന് പഠിപ്പിക്കേണ്ടതും ഒക്കെ. അടുത്ത ദിവസം മുതൽ, ഈ വെക്കേഷൻ കഴിയുമ്പോൾ മുതൽ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. സൈലം അങ്ങനെയാണ് പഠിപ്പിക്കുക. പുതിയ ചോദ്യങ്ങൾ എങ്ങനെ വരാം എന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തുടങ്ങും. ഈ കുട്ടി മോഡൽ എക്സാമിന് പോകുന്നതിൻ്റെ തലേ ദിവസവും ബോർഡ് എക്സാമിന് പോകുന്നതിൻ്റെ തലേ ദിവസവും ഇതേപോലെ 7-8 മണിക്കൂർ നീളുന്ന മാരത്തോൺ ക്ലാസ്സുകളുമായി സൈലം വീണ്ടും വരും. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ പാഠം, അതായത് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന പുതിയ ക്വസ്റ്റ്യൻ്റെ പാറ്റേണിൻ്റെ പാഠം, പ്രീവിയസ് ക്വസ്റ്റ്യനുകളുടെ പാഠം, ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് ഏത് രൂപത്തിൽ ചോദ്യം ചോദിച്ചാലും, പുതിയ പാറ്റേണിൽ ചോദ്യം ചോദിച്ചാലും മുമ്പുണ്ടായിരുന്ന പാറ്റേണിൽ ചോദ്യം ചോദിച്ചാലും കുട്ടി എഴുതണം എന്ന ബോധ്യത്തോടുകൂടെ ഇങ്ങനെ ചോദ്യം വരാം, ഇത് പഠിച്ചു പോകൂ എന്ന് തന്നെ കുഞ്ഞുങ്ങളോട് പറയും. ഈ പറച്ചിൽ സൈലം ആരംഭിച്ചതോ പുതിയ യൂട്യൂബ് കാലത്ത് ആരംഭിച്ചതോ അല്ല. യൂട്യൂബുകളൊക്കെ വന്നതിന് ശേഷം, സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഈ പറച്ചിലിന് വിസിബിലിറ്റി ഉണ്ടായി എന്നേ ഉള്ളൂ. എന്നെ കേൾക്കുന്നതിൽ ഒരുപാട് അധ്യാപകരുണ്ട്. നമ്മളെല്ലാം ക്ലാസ് മുറിയിൽ നിന്ന് എന്താണ് പിൽക്കാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്? നമ്മളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഇതാ ഈ വർഷം ഇത് വരുമേ, പഠിക്കണേ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വർഷം അത് വരണം എന്ന് ആഗ്രഹിച്ചും ഇനി വന്നില്ലെങ്കിലും അവരത് പഠിക്കണം എന്ന് ആഗ്രഹിച്ചും പറയുന്ന പറച്ചിലാണത്. ആ പറച്ചിലിൻ്റെ വാലിൽ പിടിച്ച് ഇതാ ഇയാൾ പ്രവചിച്ചിരിക്കുന്നു, ഇയാൾ അപകടകാരിയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ നമ്മളാരും ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കാത്ത ആളുകളാണ് എന്ന് വിചാരിക്കും. നമ്മൾ പഠിപ്പിക്കാത്ത ആളുകൾ ആണെന്നുള്ളത് മാറ്റി നിർത്തി കേട്ടോ. നമ്മളും ക്ലാസ് മുറിയിലിരുന്ന് പഠിച്ച ആളുകളല്ലേ. നമ്മളോട് എന്താണ് നമ്മളുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത്? എന്നോട് എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത് ഈ വർഷം വരാൻ പോകുന്ന ചോദ്യങ്ങളാണ്, പഠിക്കണേ എന്ന് തന്നെയാണ്. ഇത് കേരളത്തിലെ അധ്യാപകരുടെ പൊതുഭാഷയാണ്. ഈ ഭാഷയെ സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലും പിന്തുടരുന്നു എന്നേയുള്ളൂ. അത് കുറെ കൂടെ ആക്യുറേറ്റായി പിന്തുടരണം എന്നതുകൊണ്ട് ഗംഭീരരായ അധ്യാപകരെ എടുത്തു വെച്ചിട്ടുണ്ട്. അവർക്ക് പ്രവചിക്കാൻ വേണ്ടി കഴിയണം. അവർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെയും മാറുന്ന ട്രെൻഡിൻ്റെയും ഒക്കെ കാഴ്ചകളുടെ ബലത്തിൽ പുതിയ ക്വസ്റ്റ്യനെ അപഗ്രഥിച്ച് പറയാൻ കഴിയണം എന്ന വിചാരത്തിൽ തന്നെയാണ്
സൈലം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ പറച്ചിൽ മുമ്പേ തുടങ്ങിയതാണ്, ചരിത്രത്തിലേ തുടങ്ങിയതാണ്. ആ പറച്ചിൽ നാളെയും സൈലം പറയുക തന്നെ ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ പഠിക്കുന്ന, ഇത് വരുമെന്ന് പറഞ്ഞാൽ അത് പഠിച്ചു പോകുന്ന ഒരു കുട്ടി ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തെ ഉയർത്താൻ അതുകൂടി ആവശ്യമുണ്ട് എന്ന് തന്നെ വിചാരിച്ചാണ് നമ്മളിത് പറയുന്നത്. നിങ്ങൾ ഉറപ്പായും പഠിച്ചു പോവേണ്ട 100 ചോദ്യങ്ങൾ എന്ന് തലക്കെട്ടിട്ട് ഒരു പാഠഭാഗം കുട്ടിയുടെ മുമ്പിൽ കൊടുക്കുമ്പോൾ 100 ചോദ്യങ്ങൾ വരുമോ? പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് വരില്ല. ഉറപ്പായും പഠിച്ചു പോവേണ്ട 100 ചോദ്യങ്ങൾ എന്ന് ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഒരു തലക്കെട്ടിട്ടാൽ അവരത് പഠിച്ചു പോവും. അവരത് പഠിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ചോദിക്കുന്ന 1-2 ചോദ്യങ്ങളെ, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് അവർ പഠിക്കുന്ന തിയറിയെ ബേസ് ചെയ്ത് ചോദിക്കുന്ന മറ്റ് ചില ചോദ്യങ്ങളെ അവർക്ക് ആത്മവിശ്വാസത്തോടുകൂടെ ഫേസ് ചെയ്യാൻ വേണ്ടി കഴിയും. അൾട്ടിമേറ്റായി കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ്. അവരുടെ ആത്മവിശ്വാസം ഉയർത്താനും അവരെ കൂടെ പിടിച്ച് നടത്താനും അവരെ സേഫായി എക്സാമിനേഷൻ ഹാളിൽ കൊണ്ടുപോയി ഇരുത്താനുമുള്ള ഉത്തരവാദിത്വം സൈലത്തിനുണ്ട്. ആ ഉത്തരവാദിത്വത്തെ ഏറ്റവും ആത്മാർത്ഥമായി സൈലം നിർവഹിക്കുക തന്നെ ചെയ്യും. അതിനിടയിൽ കേൾക്കുന്ന എല്ലാ മുറവിളികളെയും എല്ലാ ഹെയ്റ്റ് ക്യാമ്പയിനുകളെയും അത് അർഹിക്കുന്ന അവഗണനയോടുകൂടെ സൈലം തള്ളിക്കളയുകയും ചെയ്യും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റായും ആ ചോർച്ച അന്വേഷിക്കപ്പെടേണ്ടതും ആ ചോർച്ചയിൽ ആരെല്ലാം ഉത്തരവാദികളാണോ അവരെല്ലാം പ്രതി ചേർക്കപ്പെടേണ്ടതുമാണ് എന്ന പൂർണ്ണ ബോധ്യം, പൊളിറ്റിക്കൽ ബോധ്യം സൈലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഞങ്ങൾ മുമ്പേ പറഞ്ഞതുമാണ്. ഞങ്ങൾ എല്ലാ അന്വേഷണങ്ങളുടെയും ഒപ്പമാണ്. പൊതുവിദ്യാഭ്യാസ മേഖല തകരാതെ ഗംഭീരമായി മുന്നോട്ടേക്ക് പോവേണ്ടതുണ്ട് എന്ന ഉറച്ച ബോധ്യത്തിലാണ് പൊതുവിദ്യാഭ്യാസ മേഖലയെ പിന്തുണയ്ക്കാൻ വേണ്ടി ഇത്തരം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സൗജന്യമായി നടത്തി സൈലം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം അന്വേഷണങ്ങളുടെ കൂടെ എക്കാലവും സൈലം നിന്നിട്ടുണ്ട്. നീറ്റ് ജെഇയുടെ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് NTA പ്രതിസ്ഥാനത്തായ സാഹചര്യം കേരളം കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കതറിയാം. ആരായിരുന്നു NTA-ക്കെതിരെ സുപ്രീം കോടതിയിൽ കേസിന് പോയ കേരളത്തിലെ സ്ഥാപനം? സൈലമാണ്. ആർജവത്തോടുകൂടെ ഞങ്ങളത് പറയും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും നീറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് സൈലം പറഞ്ഞത് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നായതുകൊണ്ട് തന്നെ ഞങ്ങളെയും അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്ന തെളിവോടുകൂടിയാണ്. ആ തെളിവ് സുപ്രീം കോടതിയിൽ സൈലം ഹാജരാക്കിയിട്ടുണ്ട്. സൈലത്തിനു വേണ്ടി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജസ്റ്റിസുമാരിൽ ഒരാളായ അഡ്വക്കേറ്റ് R ബസന്ത് സുപ്രീം കോടതിയിൽ ഹാജരായിട്ടുണ്ട്. സൈലം അങ്ങനെ NTA-ക്കെതിരെ കേസിന് പോയ സ്ഥാപനമാണ്. ഒരുപാട് പഴയ കാലത്തല്ല, പുതിയ കാലത്ത്. അങ്ങനെ നീറ്റിൻ്റെയും ജെഇയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു കിട്ടിയിട്ട് അത് ഉപയോഗിച്ച് ഒരു റാങ്ക് ഉണ്ടാക്കി കളയാം എന്ന് വിചാരിക്കുകയല്ല സൈലം ചെയ്തത്. ആ സാഹചര്യത്തിൽ ഈ സാഹചര്യം അപകടകരമാണ്, ഈ അപ്രോച്ച് അപകടകരമാണ്. പണം തന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ തരും എന്ന് പറഞ്ഞ് ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന അപകടകാരികൾ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയാണ്, ഇതിന് കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വരെ കേസിന് പോയ സ്ഥാപനമാണ് സൈലം എന്ന ബോധ്യത്തോടുകൂടെയും റെസ്പോൺസിബിലിറ്റിയോടുകൂടെ തന്നെയാണ് കേരളത്തിന് മുമ്പിൽ വന്ന് ഞാനിത് പറയുന്നത്. അത് ക്രിസ്മസ് എക്സാമിനേഷൻ, നീറ്റ് എക്സാമിനേഷനെ ഇങ്ങനെ അഭിമുഖീകരിച്ചൊരു സ്ഥാപനം കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ ക്രിസ്മസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തിനാണ് സൈലത്തെ അതിൻ്റെ കൂടെ പേര് ചേർത്ത് പറയുന്നതിൽ, അങ്ങനെ ഒരു പരാതി സൈലത്തിനെതിരെ ഒന്നും ഉയർന്നിട്ടില്ലെങ്കിലും പേര് ചേർത്ത് പറയുന്നതിൽ കുറേ ആളുകൾക്ക് ഗുണമുണ്ടാകും. കാരണം സൈലത്തിൻ്റെ പേര് പറഞ്ഞാൽ കിട്ടുന്ന ഒരു വിസിബിലിറ്റി ഉണ്ട്. ആ വിസിബിലിറ്റി ഡെഫിനറ്റായും ആളുകൾ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടാവും. പക്ഷേ അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അതിന് അവർക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം എന്നതുകൊണ്ടാണ് ഞാനിത് വന്ന് പറഞ്ഞത്. വിസിബിലിറ്റിയൊക്കെ വേണ്ട ആളുകൾ അതതിൻ്റെ മാക്സിമത്തിൽ ഉപയോഗിക്കട്ടെ. അതിലൊന്നും സൈലത്തിന് പരാതിയില്ല. ഇനി സൈലത്തിൻ്റെ പേര് 4 പറഞ്ഞതുകൊണ്ട് തങ്ങളെ ആളുകൾ നോക്കും എന്ന് വിചാരിക്കുന്നവർക്ക് എന്നെ നോക്കണേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സൈലത്തിൻ്റെ പേര് പറഞ്ഞ് ആ നോട്ടം സ്വീകരിക്കാവുന്നതാണ്. അതിലൊന്നും യാതൊരു പരാതിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സൈലത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സംശയമില്ലാതെ ഞങ്ങൾ പറയും സൈലം തന്നെയാണ്. സൈലത്തിനൊപ്പം അണിനിരക്കുന്ന കുട്ടികളുടെ വലിപ്പമാണ് സൈലത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. ആ വലിപ്പം കൂട്ടാൻ മറ്റൊരു ഗിമ്മിക്കും കാണിക്കേണ്ട ആവശ്യം
സൈലത്തിനില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഞങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കാണുമ്പോഴൊക്കെ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവർ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ വലുപ്പമാണ് സൈലത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം ഉത്തരവാദിത്വത്തോടുകൂടെ അവരെ സൈലം നാളുകളിലും ഫേസ് ചെയ്യും. ഞങ്ങളുടെ ഏറ്റവും മികച്ച അധ്യാപകരെ തന്നെ, മാക്സിമം ക്വാളിറ്റിയുള്ള അധ്യാപകരെ തന്നെ സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലുകളിൽ അണിനിരത്തും. അവർ എന്നു തുടങ്ങിയോ ഈ പരീക്ഷകൾ അന്നു മുതൽ ഇന്നു വരെയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറുകളും എടുത്തു വെച്ച് അതിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെയും ക്രൂഡ് കോൺസെപ്റ്റുകൾ ഞങ്ങളുടെ കുട്ടികൾക്ക് മുമ്പിൽ ഇനിയും 365 ദിവസവും ഡെലിവറിയും എല്ലാ ദിവസവും നിങ്ങളുടെ രാപ്പകലുകളിൽ സൈലം നിങ്ങൾക്ക് കൂട്ടിനുണ്ടാവും. അടുത്ത വർഷം വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി ഉള്ള പഠനം നമ്മൾ ഇപ്പോഴേ തുടങ്ങും. ഇതേപോലെ 1-ാം ക്ലാസ് മുതൽ അങ്ങോട്ടേക്കുള്ള ചാനലുകൾ ഇനിയും ഉണ്ടാവും. അവിടെ വന്നിരുന്ന് ഒരു വർഷം മുഴുവൻ നിങ്ങളെ പഠിപ്പിക്കും. എന്നിട്ട് ഇതേപോലെ ഓണപ്പരീക്ഷയ്ക്ക് മുമ്പും ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പും ബോർഡ് എക്സാമിന് മുമ്പും മോഡൽ എക്സാമിന് മുമ്പും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നോക്കൂ. നമുക്ക് പറയാൻ കഴിയുന്നിടത്തോളം കോൺഫിഡൻസോടെ ആർക്കാണ് പറയാൻ കഴിയുക ഈ ചോദ്യം നാളെ വരുമെന്ന് എന്നുറച്ചു പറയും ഞങ്ങളുടെ അധ്യാപകർ. അങ്ങനെ പറയുന്ന കുട്ടിയും അധ്യാപകനും ചേർന്ന് പാരസ്പര്യത്തോടുകൂടെ നിലനിൽക്കുന്ന കാലം വരെ മാത്രമേ സൈലം കേരളത്തിന് മുമ്പിൽ ഉണ്ടാവൂ. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം ഉള്ള കാലം വരെ ഞങ്ങളുടെ കുട്ടികളെ കൈപിടിച്ച് മുന്നോട്ട് തന്നെ നടത്തും. അതുകൊണ്ട് ഒട്ടും ഇത്തരം ചർച്ചകളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിഷമിക്കരുത്, ഞങ്ങളുടെ അധ്യാപകർ വിഷമിക്കരുത്. സൈലം മറ്റൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് നൽകേണ്ട, ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്നൊന്നും ഞങ്ങൾ നിങ്ങളോട് പറയേണ്ട എന്ന് നിങ്ങൾക്കറിയാം. കാരണം ഞങ്ങളെ കേട്ട, ഞങ്ങൾ പഠിപ്പിക്കുന്നത് കണ്ട ആളുകളാണ്. നിങ്ങളെല്ലാവരും കാണുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ വന്ന് എപ്പോഴും പറയാറുണ്ട്, കുട്ടി സ്കൂൾ വിട്ട് വന്നാൽ ഇപ്പം നേരെ സൈലത്തിൻ്റെ മുമ്പിലാണ് ഇരിപ്പ് എന്ന് പറയാറുണ്ട്. അങ്ങനെ ലോക മലയാളി പറയുന്ന കാലത്ത് കൂടെ അഭിമാനത്തോടുകൂടെ സഞ്ചരിക്കുമ്പോൾ മറ്റൊരു ക്ലാരിഫിക്കേഷൻ വന്നു തരേണ്ട ആവശ്യം സൈലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നാളെ ഏത് അന്വേഷണങ്ങൾ എവിടെ നിന്ന് ഉയർന്നാലും ആവശ്യപ്പെട്ടാലും അവിടെയെല്ലാം സൈലം ഇതേ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഹാജരാവും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രതിനിധാനം ചെയ്യും. അതുകൊണ്ട് കൂളായി റിലാക്സ്ഡ് ആയിരിക്കുക എന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയാനും ഞങ്ങളുടെ രക്ഷാകർത്താക്കളോട് പറയാനും ഞങ്ങളെ സ്നേഹിക്കുന്ന ലോകമലയാളിയോട് പറയാനുമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അടുത്ത വർഷം ഗംഭീര വർഷമാവട്ടെ. അടുത്ത വർഷവും നമ്മൾ ഒന്നിച്ച് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ തീരുമാനമെടുക്കുന്ന വർഷമാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. താങ്ക് യു.